നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. പ്രവൃത്തികളുടെ പുരോഗതി മന്ത്രി നേരിട്ട് വിലയിരുത്തും. ഗവർണർ ബില്ലുകൾ പാസാക്കാതെ തടഞ്ഞുവെക്കുന്നതിനെതിരെ റവന്യൂ മന്ത്രി K. രാജൻ. മുഖ്യമന്ത്രിയോടോ റവന്യൂ മന്ത്രിയോടോ തർക്കമുണ്ടെങ്കിൽ ബില്ലുകൾ പിടിച്ചുവെക്കുകയല്ല വേണ്ടത്. ബില്ലുകൾ പാസാക്കിയാൽ 6 മാസം കൊണ്ട് നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളിലും പരിഹാരം കാണുമെന്നും മന്ത്രി. UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസ പ്രമേയ നോട്ടീസ്. പ്രസിഡന്റ് MC അബ്ദുൽ അസീസിനെതിരെ 8 CPM അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ഭരണം തിരിച്ചുപിടിക്കുമെന്ന അവകാശവുമായി CPM അംഗങ്ങൾ. തൂതപ്പുഴയിൽ കാറൽമണ്ണ കാളികടവ് പാലം ഷൊർണൂർ പെരിന്തൽമണ്ണ MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. കാർഷിക മേഖലയ്ക്കും നഗര സൗന്ദര്യവൽക്കരണത്തിനും ഊന്നൽ നൽകി ചെർപ്പളശ്ശേരി നഗരസഭയുടെ വാർഷിക പദ്ധതി. 20 കോടിയുടെ വികസന പദ്ധതികൾ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയപാത തുറന്നുകൊടുക്കാനാകുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശനത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ ആദ്യം പാണമ്പ്ര വളവിലാണ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത്. സിനിമാ താരം ജഗതി ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. പാണമ്പ്ര, വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു. 9 ജില്ലകളിലൂടെ 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത്. മലപ്പുറം ജില്ലയിൽ 203.68 ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ 203.41 ഹെക്ടറും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 99.87% ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ 878 കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ NH66 യാഥാർത്ഥ്യമായാൽ ഒരുപാട് ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുന്ന നിലവരും. ഒട്ടേറെ അപകട വളവുകൾ നികത്തപ്പെടും. ആ വളവ് നികത്തപ്പെടില്ല. ഇതിന്റെ ഭാഗമായി നിവർന്ന റോഡുകൾ വരും. വട്ടപ്പാറ വളവ്, നമ്മുടെ ജഗതി ശ്രീകുമാർ, നമ്മുടെ പ്രിയങ്കരനെ ജഗതി ശ്രീകുമാറിന് അപകടം പറ്റിയ പ്രദേശം, ഈ കുറ്റിപ്പുറം പ്രദേശത്തൊക്കെ തന്നെ വലിയ ആശ്വാസം വരും. ഇത് യാഥാർത്ഥ്യമാക്കാൻ വലിയ നിലയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. വിവിധ യോഗങ്ങൾ ഞങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നേരിട്ട് ഫീൽഡിൽ വന്നുള്ള പരിശോധന ഇടയ്ക്കിടെ നടത്തി. ഇന്നിപ്പോൾ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ വന്ന് ഞങ്ങളൊരു ടീമായി കാര്യങ്ങൾ പരിശോധിച്ച് പോവുകയാണ്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ ഭാഗമായി ഒരു അവലോകന യോഗം നടത്തുന്നു. മലപ്പുറം ജില്ലയിൽ 203.68 ഹെക്ടർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കുന്നത്. അത് പരിപൂർണമായി ഏറ്റെടുത്തു. ഇനി 99.87% കഴിഞ്ഞ ഒരു ചെറിയതാണ്, അത് പെട്ടെന്ന് പരിഹരിക്കുക. മലപ്പുറം ജില്ലയിൽ മാത്രം ഭൂമി ഏറ്റെടുക്കുന്നതിന് 878 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത്. ഇത്രയും വലിയൊരു തുക മറ്റൊരു പദ്ധതിക്ക് ചെലവഴിക്കുന്നതെന്ന് മാറ്റിയിട്ടാണ് ഇതിലേക്ക് ചെലവഴിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരു ടീമായിട്ടാണ് നിർത്തിയത്. എല്ലാവരും ഒരുമിച്ച് നിർത്തിയത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് സർക്കാർ. മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ്, കൂരിയാട് ജംഗ്ഷൻ, പാലച്ചിറമാട് വളവ്, വട്ടപ്പാറ വളവ്, കുറ്റിപ്പുറം പാലം, ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത്. MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, ഡോക്ടർ KT ജലീൽ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K. ബിജു, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, റീജിയണൽ ഓഫീസർ BL മീണ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗവർണർക്ക് മുഖ്യമന്ത്രിയോടോ റവന്യൂ വകുപ്പ് മന്ത്രിയോടോ തർക്കമുണ്ടെങ്കിൽ ബില്ലുകൾ ഹോൾഡ് ചെയ്യുകയല്ല വേണ്ടതെന്ന് മന്ത്രി K. രാജൻ. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 25 സെന്റ് വരെ വിസ്തീർണമുള്ള ഫോറം 6 അപേക്ഷകളുടെ തീർപ്പാക്കൽ അദാലത്ത് ഒറ്റപ്പാലം ഡിവിഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2 രാഷ്ട്രപതിക്ക് അയക്കാം, 3 ഹോൾഡ് ചെയ്യാം, 4
അദ്ദേഹത്തിന് ഏതെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നിയമസഭയ്ക്ക് തിരിച്ചു തരാം. നാലും ചെയ്യുന്നില്ല, അതാ പ്രശ്നം. അദ്ദേഹം ഒപ്പിടുന്നില്ല, വേണ്ട, രാഷ്ട്രപതിക്ക് അയച്ചോട്ടെ, രാഷ്ട്രപതിക്ക് അയച്ച ലിസ്റ്റിലില്ല, ഹോൾഡ് ചെയ്യാം. എത്ര കാലം? കെ രാജനോടോ പിണറായി വിജയനോടോ ചിത്രയ്ക്ക് പടക്കമുണ്ടെങ്കിൽ കളക്ടർ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. ഒരു പടക്കമില്ല, ഞങ്ങൾ വലിയ അടുപ്പത്തില്ല, ഞാനൊരു പേര് പറഞ്ഞതാണ്. ഗവർണർക്ക് കെ രാജനോടോ പിണറായി വിജയനോടോ തർക്കമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി വേറെ കാര്യമാണ്. ഇത് ഭരണഘടനയാണ്. ഹോൾഡ് ചെയ്യാൻ എത്ര കാലം ഹോൾഡ് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഓഫ് തെലങ്കാന വേഴ്സസ് ഗവർണർ, അതിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ചീഫ് ജസ്റ്റിസ് പറഞ്ഞു as early as possible, ഏറ്റവും വേഗത്തിൽ. എന്നിട്ടും മനസ്സിലാകാതെ വന്നപ്പോ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത കേസിൽ ഗവർണറോട് സുപ്രീം കോടതി പറഞ്ഞു ദീർഘകാലം ഒരു ബില്ലിന്റെ പുറത്ത് അടയിരിക്കാനാകില്ല, ഹോൾഡ് ചെയ്യാൻ ഒരു കാലാവധി ഉണ്ട്, അത് ചെയ്തില്ല. 4 നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. ഗവർണർ ബില്ലുകൾ പാസാക്കിയാൽ 6 മാസം കൊണ്ട് നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളിലും പരിഹാരം കാണുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് പാസായാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 6 മാസക്കാലം കൊണ്ട് കേരളത്തിൽ ഇതുവരെയുള്ള എല്ലാ അപേക്ഷകളിലും ഓൺ റോഡായി മാറ്റാനുള്ള സംവിധാനം കേരളം ഉണ്ടാക്കി. ഇതുണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചുകൊണ്ട് ഒരു അധിക ചുമതല സബ് കളക്ടറെയും അദ്ദേഹത്തിന്റെ ടീമിനെയും വില്ലേജ് ഓഫീസർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഏൽപ്പിക്കുകയാണ്. ജനുവരി 15 മുതൽ റവന്യൂ ഡിവിഷനുകളിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും പരിപാടി നടന്നത്. ഉത്തരവുകളുടെ വിതരണവും വേദിയിൽ നടന്നു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ S. ചിത്ര, നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ്, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. പ്രസിഡന്റ് MC അബ്ദുൽ അസീസിനെതിരെ CPM അംഗങ്ങളാണ് അവിശ്വാസ നോട്ടീസ് നൽകിയത്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും തുല്യ അംഗങ്ങളാണ് ഉള്ളത്. UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ MC അബ്ദുൽ അസീസിനെതിരെയാണ് CPM അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 8 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നൽകിയത്. പഞ്ചായത്തിലെ വികസന മുരടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് നോട്ടീസ്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും 8 വീതം അംഗങ്ങളാണുള്ളത്. 1 അംഗം BJP-ക്കുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. LDF-ന് പ്രസിഡന്റ് സ്ഥാനവും UDF-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇതിനിടെ 2022 ഏപ്രിലിൽ BJP അംഗത്തിൻ്റെ പിന്തുണയോടെ UDF പ്രസിഡന്റായിരുന്ന CPM-ലെ T. ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു. ഇത് പാസ്സാവുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ MC അബ്ദുൽ അസീസ് പ്രസിഡന്റാവുകയായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDF-ൽ നിന്നുള്ള ചില അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് CPM അംഗങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും പഞ്ചായത്തിൽ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തൂതപ്പുഴയിൽ കാളിക്കടവ് പാലം യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ, പെരിന്തൽമണ്ണ MLA-മാരും തദ്ദേശ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത് യോഗം ചേർന്നു. പാലത്തിനായി സ്ഥലമേറ്റെടുത്ത് നടപടികൾ വേഗത്തിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. തൂതപ്പുഴയിൽ ചെർപ്പളശ്ശേരി നഗരസഭയിലെ കാറൽമണ്ണ കാളിക്കടവിനെയും മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് പാലം വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. 2019-2020 ബജറ്റിൽ പാലം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയും ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, മറ്റ് നഗരസഭാംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത യോഗം ചേർന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശവാസികളും പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാറും യോഗത്തിൽ പങ്കെടുത്തു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ അതത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആലോചിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനായി തദ്ദേശഭരണ സാരഥികൾ അധ്യക്ഷരായ കോർ കമ്മിറ്റി സ്ഥല ഉടമകളുമായി സംസാരിക്കാനും അടുത്ത മാസം 10-ന് ശേഷം വീണ്ടും യോഗം ചേരാനും തീരുമാനിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പോലീസ് തടഞ്ഞത് ഉന്തിനും തള്ളിനും ഇടയാക്കി. തുടർന്ന് മുതിർന്ന നേതാവ് PT ഖാലിദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേടുവന്ന സ്ട്രീറ്റ് ലൈറ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ റിപ്പയർ ചെയ്യുക, ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ അർഹതയുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി വീട് നൽകുക, ലൈഫ് എഗ്രിമെൻ്റ് വെച്ച ആളുകൾക്ക് അർഹതപ്പെട്ട ഗഡു കാലതാമസം വരാതെ നൽകുക, വികസന കാര്യങ്ങളിൽ പ്രദേശങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റിലെ രാഷ്ട്രീയ പക്ഷപാതിത്വം അവസാനിപ്പിക്കുക,
MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം കെട്ടിടം ഉടൻ പ്രവർത്തനക്ഷമമാക്കുക, ബഡ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരം വാഹനം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക, ബ്ലോക്ക് ജില്ലാ പദ്ധതികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം അവസാനിപ്പിക്കുക, ഓഫീസിൽ വരുന്ന ഫയലുകൾ കാലതാമസം കൂടാതെ തീർപ്പ് കൽപ്പിക്കുക, നിഷേധിക്കപ്പെട്ട ക്ഷേമ പെൻഷനുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കരിങ്കിലത്തണി ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതോടെ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പോലീസ് തള്ളിമാറ്റി ഗേറ്റ് അടച്ചു. തുടർന്ന് നടന്ന ധർണ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് PT ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MT അഫ്സൽ, മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KP ഹുസൈൻ, മണ്ഡലം സെക്രട്ടറി PT സക്കീർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിഷാദ് കുറ്റിപ്പുളി, സെക്രട്ടറി സാലിഹ് അമിനിക്കാട്, വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രബിന ഹബീബ്, ജനറൽ സെക്രട്ടറി A അഫ്സത്ത്, MSF ജില്ലാ സെക്രട്ടറി PT മുറത്ത്, PT സിദ്ദീഖ്, V മുസ്തഫ, P അസ്കർ, PT ഹൈദർ ഹാജി, KK ജാഫർ, സയ്യിദ് ആലുങ്ങൽ, N ഹംസ, റീന പട്ടമണ്ണ, P അബ്ദുൽ കരീം, MP സുൽഫിക്കർ അമിനിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചെറുപ്പശ്ശേരി നഗരസഭയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും നഗര സൗന്ദര്യവൽക്കരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിയുള്ള കരട് പദ്ധതി രേഖ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരി നഗരസഭയിൽ 2024-2025 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് സഭകൾക്കും ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾക്കും ശേഷമാണ് വികസന സെമിനാർ നടന്നത്. EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി നടക്കുന്ന മറ്റ് നേട്ടങ്ങൾ, പുരോഗതികൾ, അതെല്ലാം തന്നെ ഇന്നിപ്പോൾ ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് മുനിസിപ്പാലിറ്റികളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയും. സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭ്യമാകുന്ന ഫണ്ടിൻ്റെ ഒരു വിഹിതം നമുക്ക് പദ്ധതിയായിട്ട് നമുക്ക് നൽകുന്നത്. സംസ്ഥാനത്ത് നൽകുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിക്കപ്പെടുന്ന ആ സമ്പത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ രൂപത്തിലുള്ള ഫണ്ട് അവർക്ക് വിതരണം ചെയ്യാം. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. 20.41 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടങ്ങുന്നതാണ് കരട് പദ്ധതി രേഖ. കാർഷിക മേഖലയ്ക്കും നഗര സൗന്ദര്യവൽക്കരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകുന്നു. ഉൽപ്പാദന മേഖല, പാർപ്പിടം, വനിതാ ഘടക പദ്ധതി, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ, പാലിയേറ്റീവ് കെയർ എന്നിവയ്ക്കായി 2.23 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും. പശ്ചാത്തല മേഖലയിൽ 1.93 കോടി രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C കമലം, സ്ഥിരസമിതി അംഗങ്ങളായ KT പ്രമീല, സഫന പാറയ്ക്കൽ, K മിനി, VT സാദിഖ് ഹുസൈൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ബാലകൃഷ്ണൻ, മാസ്റ്റർ സമിതി അംഗങ്ങളായ K നന്ദകുമാർ, KK സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. വികസന സെമിനാറിലെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ പദ്ധതിക്ക് അംഗീകാരം നൽകുക. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ റവന്യൂ വകുപ്പ് സാധാരണക്കാരുടെ ഇടയിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് മന്ത്രി K രാജൻ. കടപ്പഴിപ്പുറം 1-2 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായി കാണാമെങ്കിലും എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖയും എല്ലാ സേവനങ്ങളും സ്മാർട്ടായും ലഭ്യമാകുന്ന വിധം റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചു എന്ന് കാലം അടയാളപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗതയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പും മുന്നോട്ട് പോകുന്നത്.
പുലാപ്പറ്റ കടമ്പഴിപ്പുറം 2 വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാരി, P. സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ സിൽവി ജോൺ, അനീഷ് MV, സബ് കളക്ടർ പ്രേംരാജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോങ്ങാട് മണ്ണാർക്കാട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കരിമ്പ മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് പദയാത്ര നടത്തിയത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റോഡിന്റെ പ്രവൃത്തികൾ നിർത്തിവച്ചിട്ട് മാസങ്ങളായി. കോങ്ങാട് മുതൽ പള്ളിക്കുറുപ്പ് വരെ BM ചെയ്തെങ്കിലും പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെ റോഡ് നവീകരണം എവിടെയും എത്തിയിട്ടില്ല. ആയിരക്കണക്കിന് പേർ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡിന്റെ നവീകരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ നയിക്കുന്ന പദയാത്ര നടത്തിയത്. ദിവസം 75 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുന്ന കാലഘട്ടത്തിലാണ് 2 വർഷമായിട്ടും സുൽത്താൻ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാത്തതെന്ന് പദയാത്ര ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് രവി അടിയത്ത് പറഞ്ഞു. കോങ്ങാടിൽ നിന്നും മണ്ണാർക്കാട് വരെ വരുന്ന ഈ പ്രധാനപ്പെട്ട പാത 2 വർഷമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തെ മണ്ണാർക്കാടിന്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ സാധാരണ റോഡുകളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ. ഇന്ന് രാജ്യത്ത് ദേശീയപാത വികസനം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന രാജ്യത്ത് 75 കിലോമീറ്ററോളം ദേശീയപാത ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 75 കിലോമീറ്റർ പാത നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ള സ്ഥലത്ത് ഇന്ന് കേരളത്തിലെ ചെറിയ റോഡുകൾ 2 വർഷമായിട്ടും ഏകദേശം 8-10 കിലോമീറ്റർ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതേ സാഹചര്യം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ചെറക്കൽപ്പട റോഡില് ഇതേപോലുള്ള സാഹചര്യമായിരുന്നു. 2018 ആരംഭിച്ചിട്ടുള്ള ആ കാഞ്ഞിരപ്പുഴ ചെറക്കൽപ്പട റോഡിന്റെ വികസനം പൂർത്തീകരിക്കാത്തതിന്റെ ഭാഗമായി വലിയ ജനകീയ പ്രക്ഷോഭം രൂപപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ടെൻഡർ കൊടുത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് ടൗണിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത പദയാത്ര പള്ളിക്കുറുപ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. BJP കരിമ്പ മണ്ഡലം പ്രസിഡന്റ് ജയരാജൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുകുമാരൻ, ബ്രിജേഷ്, സ്നേഹ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ 9ാമത് പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പെരിന്തൽമണ്ണ KSTA ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി, KE ഇസ്മയിൽ എന്നിവരാണ് പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കാണ് കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി പുരസ്കാരങ്ങൾ നൽകി വരുന്നത്. മലബാർ സൗഹൃദവേദിയുടെ 9ാമത് പ്രതിഭാ പുരസ്കാരം പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ സമർപ്പിച്ചു. ആയുർവേദ ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, നാടക സാംസ്കാരിക പ്രവർത്തകനും മുൻ MLAയുമായ പുരുഷൻ കടലുണ്ടി, വേദപണ്ഡിതനും ജീവകാരുണ്യ പ്രവർത്തകനുമായ അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, സാഹിത്യകാരി റജിയ വീരൻ എന്നിവർക്കാണ് ഈ വർഷം പുരസ്കാരം നൽകിയത്. KSTA ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി, KE ഇസ്മയിൽ എന്നിവർ പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഐക്യവും നിലനിർത്താനും സഹായകരമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നമ്മളുടെ സമൂഹത്തെ നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾ സഹായകരമാണ് എന്നുള്ളത് മാത്രമല്ല, അത്യാവശ്യം കൂടിയാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറുവാക്കുകൾ അവസാനിക്കും. ജാതി, മതം, ആചാരങ്ങൾ, അനാചാരങ്ങൾ എല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ എത്രയോ ശക്തിയായി തിരിച്ചു വരിക. പലതും നമ്മൾ തിരസ്കരിക്കപ്പെട്ടതാണ്. അതെല്ലാം ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെടുക്കുകയാണ്. അതിൽ നല്ല അംശങ്ങൾ ഉൾക്കൊള്ളാനും ചീത്ത അംശങ്ങളെ തിരസ്കരിക്കാനും കഴിയുന്ന നിലയിൽ ജനങ്ങളിൽ ഒരു വേർതിരിവുണ്ടാവാൻ ഇടപെടാൻ കഴിയുന്നൊരു സന്ദർഭമാണ്. അതിൽ ഏറ്റവും വലിയ പങ്കുവയ്ക്കാൻ കഴിയുന്നത് കലാകാരന്മാർക്കാണ്. ഏറ്റവും വലിയ പങ്കുവയ്ക്കാൻ കഴിയുന്നത് സാംസ്കാരിക നേതാക്കന്മാർക്കാണ്. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാർ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ നാടിൻ്റെ ശബ്ദമാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായി നിലകൊള്ളുന്നത്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിരൂപണങ്ങളുമെല്ലാം സമൂഹം വളരെ പോസിറ്റീവായിട്ടാണ്
കണ്ടുവരാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരെയാണ് നമ്മുടെ ഈ വേദിയിൽ വെച്ച് മലബാർ സൗഹൃദ വേദി ആദരിക്കുന്നത്. പ്രിയങ്കരനായ സുഹൃത്ത് ബിജുമോൻ ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ 9 വർഷക്കാലം നിരന്തരമായി ഈ നാട്ടിലെ സർഗപ്രതിഭകളെ ആദരിച്ചും അവർക്ക് വലിയ തോതിലുള്ള അംഗീകാരങ്ങൾ നൽകിയുമാണ് ഈ വേദി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഈ ആദരിക്കപ്പെടുന്നവരെല്ലാം നമുക്ക് പലതരത്തിലുള്ള വലിയ സംഭാവനകൾ അർപ്പിച്ചവരാണ്. കേരള ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ MC ആഷി, മുൻ MLA വി ശശികുമാർ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. പന്തലിച്ച വൻമരങ്ങളെ നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിനോടും നമ്മുടെ ജീവിതത്തോടും ചേർത്ത് പിടിക്കുന്ന വേരുകളുണ്ട്. അത് നമ്മൾ കാണാറുണ്ട്. അത്തരം ആളുകളുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു സമൂഹം കരുതലോടുകൂടി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായ മാർക്കറ്റിങ്ങുകൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അസംതൃപ്തിയുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾ. ഈ അസംതൃപ്തി നമ്മളിൽ ഉണ്ടാക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, EMS സഹകരണ ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ E രാജേഷ്, പുരസ്കാര നിർണയ ജൂറി ചെയർമാൻ മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, കൺവീനർ ബിജുമോൻ പന്തീരുകുലം, KR രവി, ഡോക്ടർ നിലാർ മുഹമ്മദ്, കുറ്റീരി മാനുപ്പ, TP ഹരിദാസൻ, പ്രകാശ് നാരായണൻ, ഡോക്ടർ അർജിത് തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. ശ്രീഹരി കേരളശ്ശേരി, കലാമണ്ഡലം ശ്രീറാം, ശോഭന കടമ്പൂർ, ശ്രീത വൈഷ്ണ എന്നിവരുടെ സംഗീതമഴയും ശ്രീകൃഷ്ണപുരം വനിതാ സഹകരണ സംഘത്തിൻ്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് 13-ാം വാർഡ് കല്ലുവഴി കുറ്റാണ്ട് പാടശേഖരത്തിൽ 500ഓളം വാഴകളും 300ഓളം കവുങ്ങിൻ തൈകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. തിരുവാഴിയോട് മലപ്പുറം വീട്ടിൽ റിട്ടയർഡ് അധ്യാപകൻ പ്രമോദിൻ്റെ കൃഷിയിടത്തിലെ 5 മാസം പ്രായമായ 500 വാഴകൾ, 1 മാസം പ്രായമായ 300 കവുങ്ങിൻ തൈകൾ, ചുങ്കത്ത് കേശവൻ്റെ 1 വർഷം പ്രായമായ 20 കവുങ്ങുകൾ എന്നിവയാണ് നശിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തലേദിവസം വൈകിട്ട് വരെ കൃഷിയിടത്തിലുണ്ടായിരുന്നതായി പ്രമോദ് പറഞ്ഞു. രാവിലെ വന്നപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത്. ജലദൗർലഭ്യം കാരണമാണ് കവുങ്ങും ഇടവിളയായി വാഴയും കൃഷി ചെയ്തത്. മുമ്പ് ഇവിടെ നെൽകൃഷി ചെയ്തിരുന്നു. എന്നാൽ ആലുംകുളം റോഡ് നിർമ്മാണത്തോടെ വശങ്ങളിൽ ഭിത്തി വന്നത് ജലലഭ്യതയ്ക്ക് തടസ്സമായി എന്നും തൻ്റെ കൃഷിക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായും പ്രമോദ് പറഞ്ഞു. ഇവിടെ മുമ്പ് കൃഷി നടന്നിരുന്നു, നെൽകൃഷി നടന്നിരുന്നു. ഇപ്പോൾ ഈ ആലുംകുളം അടക്കാപുത്തൂർ റോഡ് വികസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ 2 സൈഡും കോൺക്രീറ്റ് മതിൽ കെട്ടിയിട്ട് മുകളിലുള്ള പാടത്തു നിന്ന് വെള്ളം ഒട്ടും താഴേക്ക് ഉറവയോ ഒഴുക്കോ ആയി വരാതെ ഇവിടെ നെൽകൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും കൃഷി ചെയ്യണം, വെറുതെ ഇടരുത് എന്നുള്ളതുകൊണ്ട് വാഴക്കൃഷി ചെയ്തതാണ്. ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധർ കയറിയിട്ട് ഈ പാടത്തും ഇതിൻ്റെ തൊട്ട് താഴെ കേശവൻ എന്നൊരാളുടെ ചുങ്കത്ത് കേശവൻ എന്നൊരാളുടെ വാഴയിൽ ഇതേമാതിരി കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി പ്രായമുള്ള കവുങ്ങുകളാണ്. അവിടെ കയറിയിട്ടൊരു 10, 15, 20 തൈകളോളം വെട്ടി നാശാക്കിയിട്ടുണ്ട്. വാഴയ്ക്കൊന്നും കേടുപാറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ പാടത്തിൻ്റെ ഒരു 500ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുകയും ഒരു 300ഓളം കവുങ്ങിൻ തൈകൾ പറിക്കുകയും വെട്ടുകയും ചെയ്ത് നാശമാക്കിയിട്ടുണ്ട്. എൻ്റെ കൃഷിക്കും സംരക്ഷണം ലഭിക്കണം. എനിക്കിവിടെ തുടർന്നും ഈ കൃഷി കൊണ്ടു നടക്കാനും ഇതിൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം നെൽകൃഷിയിൽ നിന്ന് മാറി മറ്റ് കൃഷികൾ ചെയ്യാനുള്ള, ഇപ്പോൾ ഒരുവിധം പാടങ്ങളിലൊക്കെ ആൾക്കാർ കവുങ്ങും വാഴയും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള മൊത്തം കവുങ്ങ് വെച്ചവരും ഒക്കെ ഉണ്ട്. അതേപോലെ എനിക്കും ജീവിക്കാനുള്ള ഒരു വഴിക്ക് ഇതുമാതിരി മറ്റ് കൃഷികൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് അധികൃതരോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കൺവെൻഷനും മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഷനീർ മണലടിയുടെ സ്ഥാനാരോഹണവും നടന്നു. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പ്രസിഡന്റായിരുന്ന സിജാദ് അമ്പലപ്പാറയിൽ നിന്നും മിനിറ്റ്സ് ബുക്ക് ഏറ്റുവാങ്ങി ഷനീർ മണലടി യൂത്ത് കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേറ്റു. തുടർച്ചയായി 4 വർഷത്തോളം സിജാദ് അമ്പലപ്പാറയായിരുന്നു പ്രസിഡന്റ്.
കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഴയ യൂത്ത് കോൺഗ്രസിന്റെ മുഖമല്ല ഇനി സമൂഹത്തിൽ വേണ്ടത്. അതിശക്തമായ പ്രക്ഷോഭത്തിന്, നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിന് കഴിയുന്ന വിധത്തിൽ സംഘടനയെ ഊട്ടി വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു മുഖം തന്നെ മാറിയിരിക്കുന്നു. വലിയൊരു സമര സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു. സിജാദ് അമ്പലപ്പാറ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജസീൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഗിസാൻ മുഹമ്മദ്, ആതിര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ നൌഫൽ തങ്ങൾ, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, P മുരളീധരൻ, KG ബാബു, A അസൈനാർ, A ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അങ്ങാടിപ്പുറത്ത് ബ്യൂട്ടി സ്പോട്ട് ഒരുക്കി. ലൻസ്ഫെഡ് അങ്ങാടിപ്പുറം യൂണിറ്റാണ് ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയത്. സംഘടനയുടെ സ്ഥാപക ദിനമായ ജനുവരി 23 വൈകിട്ട് ബ്യൂട്ടി സ്പോട്ട് മഞ്ഞളാംകുഴി MLA സമർപ്പിക്കുമെന്ന് ലൻസ്ഫെഡ് ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് ചുവട്ടിൽ മുതുവറ വിഷ്ണു ക്ഷേത്രത്തിനു സമീപത്തായാണ് ലൻസ്ഫെഡ് അങ്ങാടിപ്പുറം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതിയോടെ ഒരുക്കിയ ബ്യൂട്ടി സ്പോട്ടിന് സ്നേഹാരാമം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സംഘടനയുടെ സ്ഥാപക ദിനമായ ജനുവരി 23 ചൊവ്വാഴ്ച ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിക്കുമെന്ന് ലൻസ്ഫെഡ് അങ്ങാടിപ്പുറം യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ഞളാംകുഴി അലി MLA ആണ് ബ്യൂട്ടി സ്പോട്ട് സമർപ്പിക്കുന്നത്. 1.5 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ബ്യൂട്ടി സ്പോട്ട്, അതിൻ്റെ ഉദ്ഘാടനമാണ് വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട മങ്കട MLA അലി സാഹിബ് നിർവഹിക്കുന്നത്. മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ശുചീകരിച്ച് മനോഹരമാക്കി സൂക്ഷിക്കുന്നതിന് ഇത്തരം പദ്ധതികളിലൂടെ സാധിക്കുമെന്ന സന്ദേശമാണ് ലൻസ്ഫെഡ് നൽകുന്നത്. 1999 രൂപീകരിച്ച ലൻസ്ഫെഡ് സിൽവർ ജൂബിലി ആഘോഷത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ബ്യൂട്ടി സ്പോട്ട് എന്ന ആശയം ലൻസ്ഫെഡ് അങ്ങാടിപ്പുറം യൂണിറ്റ് നടപ്പാക്കിയത്. 1999 നമ്മുടെ സംഘടന കേരളത്തിൽ രൂപീകൃതമായത്. അതിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ഇതുപോലുള്ള പൊതുപ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഞങ്ങൾ തുടങ്ങി, ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടും അടുത്ത 23-ാം തീയതി, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഞങ്ങളുടെ സ്ഥാപക ദിനമാണ്. അന്നേ ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് വൈകി ഇത് ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം ബ്യൂട്ടി സ്പോട്ടുകൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്ന് ലൻസ്ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. ലൻസ്ഫെഡ് അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് P ഷിഹാബ്, സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, മുൻ ജില്ലാ സെക്രട്ടറി ഷാജി KP, ഏരിയ ട്രഷറർ മണികണ്ഠൻ AP, ഏരിയ ജോയിന്റ് സെക്രട്ടറി അരുൺ PR എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ മ്ലാവ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണു. അമ്പലപ്പാറ മുണ്ടിരിക്കൽ പടിയിലെ റബ്ബർ തോട്ടത്തിൽ ഉപയോഗിക്കാത്ത വെള്ളമുള്ള കിണറ്റിലാണ് മ്ലാവിനെ കണ്ടെത്തിയത്. അമ്പലപ്പാറ മുണ്ടിരിക്കൽപ്പടി സ്വദേശി നാരായണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലാണ് മ്ലാവിനെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തോട്ടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മ്ലാവ് അകപ്പെടുകയായിരുന്നു. കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ട് സമീപത്തുള്ള വീട്ടുകാർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി നോക്കിയപ്പോഴാണ് മ്ലാവാണ് കിണറ്റിൽ വീണതെന്നറിയുന്നത്. ഞായറാഴ്ച രാത്രിയാണ് മ്ലാവ് കിണറ്റിൽ വീണതെന്ന് സംശയിക്കുന്നു. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉലവക്കോട് നിന്നുള്ള വനംവകുപ്പ് ദ്രുതകർമ്മസേന എത്തി മ്ലാവിനെ രക്ഷിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിലുള്ള കിണറിൽ ഒരു മാന് വീണതായിട്ട് കണ്ടെത്തി. അത് ഫോറസ്റ്റിനെ അറിയിപ്പിച്ചു. തിരുവാഴിയോട് സ്റ്റേഷനിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ റേഞ്ചറെയൊക്കെ അറിയിപ്പിച്ചപ്പോൾ അവർ വന്ന് മാനിന് പിടിച്ച് കയറ്റി കൊണ്ടുപോവാണ്. ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ നുസ്രയുടെ സ്നേഹസംഗമം മലനല്ലൂർ കുളപ്പറമ്പിൽ വെച്ച് നടന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് മഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് നുസ്ര. ഇവരുടെ സ്നേഹ സംഗമമാണ് അലനല്ലൂർ കുളപ്പറമ്പിൽ നടന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് മഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഷീർ പാഷ വല്ലപ്പുഴ അധ്യക്ഷനായി. N ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തരം പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സ്നേഹ പ്രവർത്തനങ്ങൾ, ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം ഭവനത്തിൽ നിന്ന് തുടക്കം കുറിക്കണം. നന്മ നിറഞ്ഞ പ്രവർത്തികൾ എപ്പോഴും വീട്ടിൽ നിന്ന് തുടങ്ങണം. അതാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം.
അസീസ് കുളപ്പറമ്പ്, നൂറുദ്ദീൻ പടന്ന, രേഖ എസ് നായർ, ശിഹാബ് കോഴിക്കോട്, നാസർ വെട്ടത്തൂർ, സീന മുക്കം, റസീന മുസ്തഫ, അൻസാർ കായംകുളം, അലി എടത്തനാട്ടുകര, സിദ്ദിഖ് കാഞ്ഞിരത്തിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. നുസ്ര ഏർപ്പെടുത്തിയ ജനപ്രിയ MLA പുരസ്കാരം എൻ ഷംസുദ്ദീൻ MLAക്ക് ചടങ്ങിൽ കൈമാറി. പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷണലിൽ ഭൂമി തരം മാറ്റത്തിന് അപേക്ഷ സമർപ്പിച്ചവർക്കായി അദാലത്ത് നടത്തുന്നു. മലപ്പുറം നഗരസഭാ ടൗൺ ഹാളിൽ ഫെബ്രുവരി 3 ഉച്ചയ്ക്ക് 2 അദാലത്ത്. ഫോം 6-ൽ 25 സെന്റിൽ അധികരിക്കാത്ത ഫീസിളവിന് അർഹരായവർക്കാണ് ആദ്യഘട്ടത്തിൽ അദാലത്ത് നടത്തുന്നത്. അർഹരായവർക്ക് അവരുടെ മൊബൈൽ നമ്പറിൽ സന്ദേശം നൽകും. സന്ദേശം ലഭിച്ചവർക്ക് മാത്രമാണ് അദാലത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുക. അദാലത്തിൻ്റെ ഒരുക്കങ്ങൾ സംഘാടക സമിതി യോഗത്തിൽ വിലയിരുത്തി. നജീബ് കാന്തപുരം MLA ചെയർമാനും സബ് കളക്ടർ D രഞ്ജിത്ത് കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളത്. P ഉബൈദുള്ള MLA, മലപ്പുറം നഗരസഭാ കൗൺസിലർ PSA ഷബീർ, ഏറനാട് പെരിന്തൽമണ്ണ തഹസിൽദാർമാർ, മലപ്പുറം വില്ലേജ് ഓഫീസർ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനുകളും ഉപാധിരഹിതമാക്കുക, പെൻഷൻ തുക 3000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU ഏലംകുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം MA അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. MR മനോജ് അധ്യക്ഷത വഹിച്ചു. AITUC മണ്ഡലം സെക്രട്ടറി K വാസുദേവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശൻ എന്നിവർ സംസാരിച്ചു. BKMU ജില്ലാ കമ്മിറ്റി അംഗം AP വാസുദേവൻ, സജീവ് എന്നിവരും സംസാരിച്ചു. K അഷ്റഫ്, MC രാജൻ, സതീശൻ, മണികണ്ഠൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. മുംബൈയിൽ നടന്ന ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏലംകുളം പ്രദേശത്ത് നിന്ന് പങ്കെടുക്കുകയും സ്വർണം നേടുകയും ചെയ്ത താരങ്ങളെ ഏലംകുളം യുവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ജില്ലാ ജഡ്ജ് സയ്യിദ് അലവി പാലയങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏലംകുളം യുവ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അനസ് താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഖമറുദ്ദീൻ താമരശ്ശേരി, രക്ഷാധികാരി സിദ്ദിഖ് മുണ്ടക്കാട്ടിൽ, വള്ളുവനാട് മാർഷൽ ആർട്സിലെ മുഖ്യപരിശീലകൻ സുബ്രഹ്മണ്യൻ, അസ്കർ വട്ടം കണ്ടത്തിൽ, അസ്കർ മുണ്ടുകാട്ടിൽ, മുഹമ്മദ് കുട്ടി താണിയൻ, ജസീർ താമരശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വാണിയംകുളം ചോറൂട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ചടങ്ങ് തത്സമയം പ്രദർശിപ്പിച്ചു. നാമജപവും തുടർന്ന് അന്നദാനവും നടന്നു. P കൃഷ്ണദാസ്, K രാജേഷ്, KP പ്രജീഷ്, M മോഹനൻ, K രാജീവ്, VP കേശവൻ, മനീഷ്, പ്രജിത എന്നിവർ നേതൃത്വം നൽകി. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ വയനാട് ഊര് ഗോത്ര കലാരൂപങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരിടം കൂടിയാണ്. ഊരിലെത്തുന്ന സഞ്ചാരികൾക്ക് കാണാനാണ് കലകൾ അവതരിപ്പിക്കുന്നത്. വയനാട് തിടമ്പ് ഗോത്ര കലാസംഘം അവതരിപ്പിച്ച നാടൻ പാട്ട് കാണാം. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. പ്രവൃത്തികളുടെ പുരോഗതി മന്ത്രി നേരിട്ട് വിലയിരുത്തും. ഗവർണർ ബില്ലുകൾ പാസാക്കാതെ തടഞ്ഞുവെക്കുന്നതിനെതിരെ റവന്യൂ മന്ത്രി K രാജൻ. മുഖ്യമന്ത്രിയോടോ റവന്യൂ മന്ത്രിയോടോ തർക്കമുണ്ടെങ്കിൽ ബില്ലുകൾ പിടിച്ചുവെക്കുകയല്ല വേണ്ടത്. ബില്ലുകൾ പാസാക്കിയാൽ 6 മാസം കൊണ്ട് നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളിലും പരിഹാരം കാണുമെന്നും മന്ത്രി. UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസ പ്രമേയ നോട്ടീസ്. പ്രസിഡന്റ് MC അബ്ദുൽ അസീസിനെതിരെ 8 CPM അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ഭരണം തിരിച്ചുപിടിക്കുമെന്ന അവകാശവുമായി CPM അംഗങ്ങൾ. തൂതപ്പുഴയിൽ കാറൽമണ്ണ കാളികടവ് പാലം ഷൊർണൂർ പെരിന്തൽമണ്ണ MLAമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനം. കാർഷിക മേഖലയ്ക്കും നഗര സൗന്ദര്യവൽക്കരണത്തിനും ഊന്നൽ നൽകി ചെർപ്പളശ്ശേരി നഗരസഭയുടെ വാർഷിക പദ്ധതി. 20 കോടിയുടെ വികസന പദ്ധതികൾ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.